കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ MSF KSU സംഘർഷം കൊടിതോരണങ്ങൾ കെട്ടിയതിനെ തുടർന്നുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിന് 22 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശ് ചേരുന്നു. ആകാശ്, MSFും KSUവും തമ്മിലാണ് ഇത്തരത്തിലുള്ള ഒരു വാക്കേറ്റം, ഒരു തർക്കം ഉണ്ടായിരിക്കുന്നത്. കൊടിതോരണം കെട്ടുന്നതുമായി ബന്ധപ്പെട്ടതാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? അഖില, പുതിയ അധ്യയന വർഷം ആരംഭിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സംഘടനാപരമായിട്ടുള്ള കൊടിതോരണങ്ങൾ കെട്ടുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രി ഏകദേശം 10:45 കൂടിയാണ് ഈ സംഭവം രാജാ ഗേറ്റ്, ഫറൂഖ് കോളേജിലെ രാജാ ഗേറ്റിന് മുമ്പിൽ സംഭവിക്കുന്നത്. KSU പ്രവർത്തകർ രാജാ ഗേറ്റിന് മുമ്പിൽ കൊടിയും തോരണങ്ങൾ കെട്ടുന്നതിനിടയിൽ MSF പ്രവർത്തകർ അവിടേക്ക് എത്തുകയും അത് വർഷങ്ങളായി അവർ ആ ഭാഗങ്ങളിൽ കൊടിതോരണങ്ങൾ കെട്ടി വന്നതായിരുന്നു. അതിനാൽ തന്നെ ഇവിടെ കെട്ടാൻ പാടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ KSUവുമായിട്ട് പറയുകയും ഇവർ തമ്മിൽ നേരിയ തർക്കത്തിലേക്ക് നയിക്കുമായിരുന്നു. പിന്നീട് അവിടെ നിന്നുള്ള പ്രാദേശികമായിട്ടുള്ള നേതാക്കളും കൂടാതെ ഘടകം ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പിന്നീട് വലിയൊരു തർക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കും പോയി. പിന്നീട് അവിടെ ഒരു ഭീകരാന്തരീക്ഷം തന്നെ സൃഷ്ടിച്ചു. അതിനെ തുടർന്ന് നാട്ടുകാരാണ് പരാതിയുമായി പോലീസിൽ ബന്ധപ്പെടുന്നത്. പോലീസിൽ പരാതി കൊടുത്ത നാട്ടുകാരാണ്. അതിനുശേഷം പോലീസ് സ്ഥലത്തെത്തുകയും ഏറെ നേരം ഇവരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ വിദ്യാർത്ഥികളാരും തന്നെ പിരിഞ്ഞു പോകാൻ തയ്യാറാവാത്തൊരു സാഹചര്യത്തിലാണ് പോലീസ് ലാത്തി വീശിയത്. കൂടാതെ തന്നെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചെന്ന പേരിൽ ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്ന 22 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അധ്യയന വർഷവുമായി ബന്ധപ്പെട്ട് KSU MSFും തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു വാക്ക് തർക്കത്തിലേക്കോ പ്രശ്നങ്ങളിലേക്കോ പോകേണ്ട ഒരു സാഹചര്യമില്ല. കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ KSU ആണ് ആദ്യം ഈ സ്ഥലത്ത് ഈ രാജാ ഗേറ്റിന് മുമ്പിൽ ഈ കൊടി കെട്ടിയിരുന്നത്. അത് അവിടെ നിന്ന് മാറ്റണമെന്ന് MSF പ്രവർത്തകർ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ KSU ഈ കാര്യം അംഗീകരിച്ചില്ല. KSU കൊടി കെട്ടുന്നതും തോരണങ്ങൾ കെട്ടുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ MSF പ്രവർത്തകർ വന്ന് വലിയ രീതിയിലൊരു തർക്കം ഉണ്ടാക്കുകയായിരുന്നു. അതിനുശേഷം ഇരുവരും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നിരവധി പേർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു. അതിനാൽ തന്നെയാണ് പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഇതിൽ 2 പേരെ മാത്രമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ബാക്കി 20 പേരെ ഇനി തിരിച്ചറിയാനുണ്ട്. അതിനാൽ തന്നെ സമീപത്തുള്ള CCTV ദൃശ്യങ്ങളും കൂടാതെ ഈ വിദ്യാർത്ഥികളോട് തന്നെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയാവും കേസിൻ്റെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അഖില, ശരി. നിലവിൽ 22 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ആകാശാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.